ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന അക്രമ സ്വഭാവം ഗൌരവമേറിയ വിഷയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായി നിയമസഭയിൽ പ്രതിപക്ഷം. സ്വകാര്യ സർവകലാശാല ബിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ അവതരിപ്പിച്ചു. പാലിയേറ്റീവ് പരിചരണം ഏകോപിപ്പിക്കുന്നതിനുള്ള കേരള കെയർ ഗ്രിഡിന് സംസ്ഥാനത്ത് തുടക്കം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള മൂന്നാംഘട്ട കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയ കേരള ടീമിനെ സംസ്ഥാന സർക്കാർ നാളെ ആദരിക്കും. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ നാളെ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന അക്രമ സ്വഭാവം ഗൌരവമേറിയ വിഷയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. താമരശ്ശേരിയിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത് ഉൾപ്പെടെ സംസ്ഥാനത്തുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിൽ നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പൊതുസമൂഹത്തിന്റെ വികാരം പൂർണ്ണമായും സർക്കാർ കണക്കിലെടുക്കുന്നതായും ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള എല്ലാ നിയമ നടപടികളും സർക്കാർ കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി തടയാനുള്ള നടപടികളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നാം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കിയത്. അതോടൊപ്പം റാഗിങ്ങിന്റെ കാര്യം പറയുകയുണ്ടായി. റാഗിങ് ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഒഴിവായിപ്പോയി എന്ന് നമ്മൾ എല്ലാവരും ആശ്വസിച്ചൊരു കാര്യമായിരുന്നു. കൂടുതൽ ശക്തമായ ആന്റി റാഗിംഗ് നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതിനോട് പൊതുവെ യോജിപ്പ് തന്നെയാണുള്ളത്. കൂടുതൽ ചർച്ചയും നടപടികളും സ്വീകരിക്കുക തന്നെ ചെയ്യണം. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഗൌരവമായി നാം പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. വിദ്യാർത്ഥി യുവജന സംഘടനകൾ, സിനിമ, സാംസ്കാരിക, മാധ്യമ മേഖലകളിലെ സംഘടനകൾ, അധ്യാപക, രക്ഷകർതൃ സംഘടനകൾ എന്നിവയുടെ യോഗം ചേർന്ന് ലഹരിക്കെതിരെ വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രതിപക്ഷത്തു നിന്ന് രമേശ് ചെന്നിത്തലയാണ് ഉപക്ഷേപം സഭയിൽ അവതരിപ്പിച്ചത്. കേരള സമൂഹം ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ അണിനിരക്കണമെന്നും യുവത്വത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എല്ലാവരെയും ഉത്കണ്ഠയിലാക്കുന്ന സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടാവുന്നതെന്നും കേരളത്തിൽ മയക്കുമരുന്ന് എവിടെയും ലഭിക്കുമെന്ന നിലയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സ്വകാര്യ സർവകലാശാല ബില്ലും സർവകലാശാല നിയമ ഭേദഗതി ബില്ലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഗവർണറുടെ മുൻകൂർ അനുമതി ലഭിക്കാത്തതിനാൽ സർവകലാശാല നിയമ ഭേദഗതി രണ്ടാം ബിൽ സഭ ഇന്ന് പരിഗണിച്ചില്ല. ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നും ആശമാരുടെ പ്രവർത്തനത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വ്യക്തമാക്കി. കെ ശാന്തകുമാരിയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല വരുന്നത് ജലദൌർലഭ്യതയ്ക്ക് ഇടയാക്കില്ലെന്ന് മന്ത്രി എം ബി രാജേഷ് ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് എത്തിക്കുന്നതിലൂടെ 100 കോടിയോളം രൂപയുടെ ജിഎസ്ടി നഷ്ടം സംസ്ഥാനത്തിന് ഉണ്ടാകുന്നതായും മന്ത്രി വ്യക്തമാക്കി. പാലിയേറ്റീവ് പരിചരണം ഏകോപിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പുതിയ രോഗികളെ രജിസ്റ്റർ ചെയ്ത് തുടർ പരിചരണം, സന്നദ്ധ പ്രവർത്തകരുടെ രജിസ്ട്രേഷനും പരിശീലനവും, പാലിയേറ്റീവ് രംഗത്തെ സന്നദ്ധ സംഘടനകളുടെ രജിസ്ട്രേഷൻ, പൊതുജനങ്ങൾക്കുള്ള ഡാഷ്ബോർഡ് എന്നിവയാണ് പാലിയേറ്റീവ് കെയർ ഗ്രിഡിലൂടെ നടപ്പിലാക്കുന്നത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള മൂന്നാംഘട്ട കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. വാർഡ് 10ൽ 18 കുടുംബങ്ങളും വാർഡ് 11ൽ 37 കുടുംബങ്ങളും വാർഡ് 12ൽ 15 കുടുംബങ്ങളുമാണ് ഉൾപ്പെട്ടത്. പട്ടികയിൽ ആക്ഷേപവും പരാതികളും ഉണ്ടെങ്കിൽ ഈ മാസം 13 വരെ അറിയിക്കാം. സംസ്ഥാനത്ത് എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ്എസ്എൽസി പരീക്ഷ എഴുതുന്നത്. ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പരീക്ഷകൾ 11,74,000-ലധികം കുട്ടികൾ എഴുതുന്നുണ്ട്. ഈ മാസം 26-ന് പരീക്ഷകൾ അവസാനിക്കും. രാജ്യത്തെ ഏറ്റവും മികച്ച പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരളത്തിലുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് കേരള പിഎസ്സിയുടെ മ്യൂസിയം ഉദ്ഘാടനവും ഹരിത ക്യാമ്പസ് പ്രഖ്യാപനവും നടത്തുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 8.5 വർഷത്തിൽ 2.25 ലക്ഷം നിയമനങ്ങൾ കേരള പിഎസ്സി നടത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഫെബ്രുവരി മാസത്തിൽ കൈകാര്യം ചെയ്ത ചരക്കിന്റെ അളവിൽ ഇന്ത്യയിലെ തെക്കുകിഴക്കൻ മേഖലയിലെ 15 തുറമുഖങ്ങളിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒന്നാം സ്ഥാനത്ത്. 40 കപ്പലുകളിൽ നിന്നായി 78,833 TEU ചരക്കാണ് ഫെബ്രുവരിയിൽ വിഴിഞ്ഞം കൈകാര്യം ചെയ്തത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഫെബ്രുവരി 22 മുതൽ മാർച്ച് 1 വരെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 2762 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി കേരള പോലീസ്. 2854 പേരാണ് അറസ്റ്റിലായത്. രാജ്യാന്തര വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. പാലാ നഗരസഭാ ചെയർമാനായി കേരള കോൺഗ്രസ് എം അംഗം തോമസ് പീറ്ററെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥി ജോസ് എഡേട്ടിനെ 9-നെതിരെ 16 വോട്ടുകൾക്ക് തോമസ് പീറ്റർ പരാജയപ്പെടുത്തി. തൃശൂർ മുണ്ടൂരിൽ ഓയിൽ ഗോഡൌണിന് തീയിട്ട സംഭവത്തിൽ മുൻ ജീവനക്കാരൻ പോലീസിന് മുന്നിൽ കീഴടങ്ങി. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട വൈരാഗ്യത്തിലാണ് കൃത്യം ചെയ്തതെന്ന് പ്രതി ടിറ്റോ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണുണ്ടായത്. സ്വകാര്യ സർവകലാശാല ബില്ലിനെതിരെ ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷന്റെയും കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ സർവകലാശാല ജീവനക്കാരും കോളേജ് അധ്യാപകരും നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ 40% സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന അവസരത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ UDF മറ്റന്നാൾ മാർച്ചും ഉപവാസ സമരവും നടത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും. ആശാവർക്കർമാരോട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ BJP നാളെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഓണാട്ടുകരയുടെ മഹോത്സവമായ ചെട്ടികുളങ്ങര കുംഭഭരണി നാളെ. കുത്തിയോട്ടവും കെട്ടുകാഴ്ചയുമാണ് കുംഭഭരണിയുടെ പ്രത്യേകത. മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകളിൽ നാളെ പ്രാദേശിക അവധിയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. ശിവരാത്രി നാളിൽ ആരംഭിച്ച ചടങ്ങുകളാണ് നാളെ സമാപിക്കുന്നത്. ഇത്തവണ 14 കുത്തിയോട്ടങ്ങളാണ് വഴിപാടായി എത്തുന്നത്. കുത്തിയോട്ടം വഴിപാട് നടത്തുന്ന ഭവനങ്ങളിൽ നിന്നുള്ള കുത്തിയോട്ട ഘോഷയാത്ര നാളെ രാവിലെ ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകളുടെ വരവ് ആരംഭിക്കുന്നത്. കെട്ടുകാഴ്ചകൾ വൈകിട്ട് 4:30 ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. ഈ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിന് മുന്നിലെ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കുന്ന അത്ഭുത കാഴ്ച കാണാൻ 10,000 എത്തും. അശ്വതി നാളായ ഇന്ന് കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ പരിശോധന നടത്തി. മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് പരാതി ലഭിച്ചതിനെ തുടർന്നായിരുന്നു സന്ദർശനം. ആശുപത്രി സൂപ്രണ്ട്, ഡോക്ടർമാർ എന്നിവരുമായും കമ്മീഷൻ ചർച്ച നടത്തി. വിശദമായ റിപ്പോർട്ട് കമ്മീഷൻ സർക്കാരിന് നൽകും. വേനൽക്കാലത്ത് വന്യമൃഗങ്ങൾ കാട് വിട്ട് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് കുറയ്ക്കാൻ വനത്തിനുള്ളിൽ കുളം കുത്തുന്നതുൾപ്പെടെയുള്ള നടപടികളുമായി വനം വകുപ്പ്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. വന്യമൃഗങ്ങൾ വേനൽക്കാലത്ത് തീറ്റ തേടി നാട്ടിലിറങ്ങുന്നത് തടയാനാണ് വനംവകുപ്പിന്റെ ശ്രമം. ഇതിനായി വനമേഖലയിലെ നീരുറവകൾ കണ്ടെത്തി അവിടെ കുളം കുഴിച്ച് വെള്ളം ശേഖരിച്ച് വന്യമൃഗങ്ങൾക്ക് നൽകാനുള്ള ജോലികളാണ് വനംവകുപ്പ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ വനമേഖലയിൽ ഒട്ടേറെ പ്രദേശത്ത് കുളം കുത്തുകയും തോടുള്ള സ്ഥലത്ത് തടയണ നിർമ്മിച്ച് വെള്ളം ശേഖരിക്കാനുള്ള ജോലികളും പുരോഗമിക്കുകയാണ്. കാടിനുള്ളിൽ തന്നെ ആവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിലൂടെ ഒരു പരിധിവരെ വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ നിലനിർത്താനാകുമെന്നാണ് വനംവകുപ്പ് അധികൃതരുടെ പ്രതീക്ഷ. ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയ കേരള ടീമിനെ സംസ്ഥാന സർക്കാർ നാളെ ആദരിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന അനുമോദന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കായിക മന്ത്രി അബ്ദുറഹിമാൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാർ, സ്പീക്കർ, KCA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ നാളെ ഓസ്ട്രേലിയയെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന അക്രമ സ്വഭാവം ഗൌരവമേറിയ വിഷയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായി നിയമസഭയിൽ പ്രതിപക്ഷം. സ്വകാര്യ സർവകലാശാല ബിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു നിയമസഭയിൽ അവതരിപ്പിച്ചു. പാലിയേറ്റീവ് പരിചരണം ഏകോപിപ്പിക്കുന്നതിനുള്ള കേരള കെയർ ഗ്രിഡിന് സംസ്ഥാനത്ത് തുടക്കം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള 3ാംഘട്ട കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയ കേരള ടീമിനെ സംസ്ഥാന സർക്കാർ നാളെ ആദരിക്കും. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ നാളെ ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.